നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സൈബർ തട്ടിപ്പുകൾ. നമ്മളിൽ പലർക്കും പല രീതിയിലുള്ള സൈബർ തട്ടിപ്പ് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ നമ്മുടെ അറിയുന്ന പല ആൾക്കാർ സൈബർ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഫെഡെക്സ് കൊറിയർ എന്ന പേരിൽ വരുന്ന തട്ടിപ്പ്. അത് ബേസിക്കലി നമുക്കൊരു ഫോൺ കോൾ വരുന്നു. ഫെഡെക്സ് കൊറിയർ കമ്പനിയുടെ ഒഫീഷ്യൽ റിംഗ് ടോണും ഒഫീഷ്യൽ ഡയൽ ടോണും ഒക്കെ ഉള്ള ഒരു കോള് നമുക്ക് വരുന്നു. നമ്മുടെ അവിടുത്തെ ഒരു കസ്റ്റമർ കെയർ ആൾ സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ തായ്ലാൻഡിലേക്കോ തൈവാനിലേക്കോ പോവാൻ നോക്കുന്ന സമയത്ത് ആ കൊറിയറിൽ ഡ്രഗ്സോ കോൺട്രബാൻഡ് ഐറ്റംസ് എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേരിലുള്ള കൊറിയറാണ്, നിങ്ങളാണ് അയക്കുന്നത് ഈ കൊറിയർ. അപ്പോൾ നിങ്ങളുടെ എഗൻസ്റ്റ് കസ്റ്റംസോ CBIയോ അല്ലെങ്കിൽ മുംബൈ ഡൽഹി പോലീസ് നടപടി എടുക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒന്ന് പേടിപ്പിക്കും. എന്നിട്ട് നമ്മളെ ഈ ചതിയിൽ കുറെ കൂടി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കോളിലേക്ക് നമ്മൾ പോകുന്നു. അവർ നമ്മളൊരു വീഡിയോ കോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ വീഡിയോ കോളിൽ അപ്പുറത്തിരിക്കുന്നത് ഒരു യൂണിഫോം ഇട്ട, കണ്ടാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തോന്നുന്ന രീതിയിൽ യൂണിഫോം ഇട്ട ഒരാൾ അവിടെ ഇരിക്കുന്നു. നമ്മളോട് പറയുന്നു, നിങ്ങളുടെ പേരിൽ അയച്ച ഈ കൊറിയറിൽ ഇന്ന സാധനങ്ങളുണ്ട്, അത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് പറ്റും. നമുക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള വാറന്റ്സ് കാണിച്ചു. എന്നിട്ട് നമ്മളോട് പറയുന്നു, നമ്മുടെ ഫൈനാൻഷ്യൽ ഡീലിങ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നു. എന്നിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവർ പറയുന്നു, എല്ലാ അമൗണ്ടും RBIന്റെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുക. RBIന്റെ ഒരു അക്കൗണ്ട് എന്ന രീതിയിൽ ഒരു അക്കൗണ്ട് നമ്പർ നമുക്ക് തരുന്നു. നമ്മൾ ആ സമയത്ത് വാറന്റും പോലീസുകാരന്റെ വേഷവും ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഈ എമൗണ്ട് എല്ലാം ആ അക്കൗണ്ടിലേക്ക് മാറ്റും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി എമൗണ്ട് മാറ്റി കൊടുക്കുന്നത് ഈ പറയുന്ന ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക്. നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാ തുക നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്, നമുക്ക് ഇങ്ങനത്തെ കോളുകൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കൊറിയർ ഒന്നും അയച്ചില്ല നമുക്കറിയാം. ഒരു കൊറിയർ കമ്പനിയും അങ്ങനെ സമീപിക്കില്ല. അപ്പൊ അങ്ങനത്തെ കോളുകൾ വല്ലതും വരികയാണെങ്കിൽ ഉടനെ അതൊരു ഫ്രോഡ് കാൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഏത് പോലീസ് ആയാലും ഏത് എൻഫോഴ്സ്മെന്റ് ഏജൻസി ആയാലും അവർക്കൊരു ബാങ്കിൽ നിന്ന് നമ്മുടെ എമൗണ്ട് വെരിഫൈ ചെയ്യണമെങ്കിൽ ആ എമൗണ്ട് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കാശ് തട്ടിയെടുക്കാനുള്ള ഒരു അടവാണ്. അപ്പൊ നമ്മളത് പൂർണ്ണമായും മനസ്സിലാക്കണം. ഈ പറയുന്ന സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും ജാഗ്രത നമ്മൾ പുലർത്തിയാലേ നമുക്ക് നമ്മുടെ ഹാർഡ് ഏൺ മണി നമ്മുടെ അടുത്ത് തന്നെ സുരക്ഷിതമായിട്ടുണ്ടാവുള്ളൂ. ആ കാര്യങ്ങൾ എല്ലാവരും പ്രോപ്പറായി മനസ്സിലാക്കുക. ഈ കൊറിയർ സർവീസ് ഫെഡെക്സ് എന്ന് പറയുന്ന കോളുകൾ വരുമ്പോൾ അത് ഒരു ഫ്രോഡ് കോളാണ്, അത് നമ്മുടെ പണം തട്ടിയെടുക്കാനുള്ള ഒരു എഫേർട്ടാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. താങ്ക് യു.